സാർ ഈ കൈ വിയർക്കുന്നതിനെ പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ കുറേ സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ പറ്റി സാറിന് എന്താ പറയുന്നത്? പാമോപ്ലാന്റർ ഹൈപ്പർഹൈഡ്രോസിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇത്രയധികം പേർക്ക് ഈ പ്രശ്നമുണ്ട്. അതിനകത്ത് വന്ന ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഈ സർജറി എങ്ങനെയാണ് ചെയ്യുന്നത്, വലിയ സ്കാർ ഉണ്ടാവുമോ, സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും, ഇതൊക്കെയായിരുന്നു പലരുടെയും സംശയം. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന സർജറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പിക് ബൈലാറ്ററൽ തൊറാസിക് സിമ്പറ്റക്ടമി, ETS എന്നാണ് അതിന്റെ ചുരുക്കപ്പേരിൽ അറിയുന്നത്. എല്ലാവരും ചോദിച്ചു തുടങ്ങി ETS എന്താ, ETS എന്താ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സും ഉണ്ട്. സർജറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിന്റെ രണ്ട് സൈഡിൽ ഒരു 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെന്റിമീറ്ററിൽ ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ എൻഡോസ്കോപ്പ് കടത്തി അതിലൂടെ വേറെ 1-2 ഉപകരണങ്ങൾ കൂടി അതിലൂടെ കടത്തിയിട്ട് തൊറാസിക് കാവിറ്റിയിലുള്ള സിമ്പത്തറ്റിക് ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്, സ്വബോധത്തിലുള്ള ബ്രെയിനിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു നെർവ് സിസ്റ്റമാണ്. അതാണ് നമ്മുടെ കയ്യിലെ അല്ലെങ്കിൽ ആക്സിലെ കക്ഷത്തിലുള്ള കാലിലുള്ള സ്വെറ്റിനെ കൂടുതലായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യും. അത് റിമൂവ് ചെയ്യുന്നതോടുകൂടി കൈ ഡ്രൈ ആയിട്ട് മാറും. ബേസിക്കലി ഉണ്ടാകുന്ന ചേഞ്ച് കൈ ഡ്രൈ ആവും, കൈ കുറച്ച് വാം ആവും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടും.